പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വെളിവാക്കുന്ന കണക്ക് ഭയങ്കര കോമഡിയാണ്. അതും ഈ അവസരത്തിൽ പറയണം. കാരണം നമ്മൾ പ്രേക്ഷകർ മണ്ടന്മാരൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസിന് മുമ്പ് നെറ്റ്ഫ്ലിക്സിന് വിറ്റുപോയി. അതിൻ്റെ പൈസ പ്രൊഡ്യൂസറിനല്ലേ കിട്ടുന്നത്. ഓവർസീസിൽ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരി, ഡിസ്ട്രിബ്യൂട്ടർ വേറെ ആളാണെങ്കിൽ ഒരു വിഹിതം അവർക്ക് പോകും. അതിൻ്റെ ഫിഗർ ഈ പ്രൊഡ്യൂസറിനല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈ എമ്പുരാൻ്റെ കണക്ക് ഇവരെങ്ങനെയായിരിക്കും ഏപ്രിൽ വിടുക? ഗാന്ധിജി കണ്ട സ്വപ്നം കിനാശ്ശേരി എന്ന് പറഞ്ഞ പോലെ എമ്പുരാൻ 2 ദിവസത്തിൽ 100 കോടി അടിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തിയേറ്ററുകാർ നമ്മുടെ വിജയകുമാർ, പിന്നെ ഷെണായിസിലാൾ, പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള അയാളെ പേര് പെടുന്നത് അലിബർട്ടി ബഷീർ, ഇവരെല്ലാം ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് എമ്പുരാൻ തിയേറ്ററുകാർക്ക് ഒരു കാത്തിരിക്കുന്ന സിനിമയാണ്, തിയേറ്ററുകാർ നിറഞ്ഞ് കവിയും, പിന്നെ വിക്രമിൻ്റെ പടമുണ്ട്, എന്നിരുന്നാലും ഈ പടമാണ് നമുക്ക് ഭയങ്കര പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ആൾക്കാർ ഈ വിജയകുമാറൊക്കെ ഒരു 2-3 മാസം കഴിയുമ്പം എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പം ആൻ്റണിയെ ഉടൻ 2 ചീത്ത പറയും, മോഹൻലാലിന് ഒരു 2. പക്ഷേ ഇപ്പോഴും തിയേറ്ററുകാർക്ക് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അവർക്ക് ജാക്ക് ഔട്ടാണ്. പക്ഷേ എന്നിരുന്നാലും അടുത്ത മാസം അവർ വന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഫാൻ ഫൈറ്റ് മുതലെടുക്കുന്ന കുറേ പേരുണ്ട്. അവർ വന്നിരുന്ന് അയ്യോ ഇയാളുടെ പടം പൊട്ടിയ, ഇത്ര കിട്ടിയോളെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിളിച്ചു പറയും. പിന്നെ എന്തിനാണ് ടൈമൊക്കെ സെറ്റ് ചെയ്തൊരു പാനിങ് പടമല്ലേ ബ്രോ? അപ്പോൾ ഇങ്ങനത്തെ അശ്രദ്ധ കാണിക്കുന്നത് മോശമല്ലേ? വളരെ മോശമായിട്ടാണ് അത് തോന്നിയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. ഇന്നലെ ചെകുത്താൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിച്ച് അണ്ണാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് അടിക്കാൻ അതിന് കുറേ എണ്ണം കാണുമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതേ വരും. ഇപ്പോൾ മോഹൻലാലിൻ്റെ പടമായാലും മമ്മൂട്ടിയുടെ പടമായാലും വിജയുടെ പടമായാലും നെഗറ്റീവ് അടിക്കണം. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേക്ക് ഐഡിയൊക്കെ വെച്ച് വരും. സിനിമ സംസാരിക്കട്ടെ, നോക്കാം. അതിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത്. മോഹൻലാലിലൂടെ തിരിച്ചു ഒരു പുള്ളിയുടെ ഫാൻസ് മാത്രമല്ല, ഇൻഡസ്ട്രി മാത്രമല്ല. ഉറപ്പായിട്ടും ഞാൻ ട്രെയിലർ ഇന്നലെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ ഇന്നലെ ഇവന്മാർ ലീക്കാക്കി കളഞ്ഞു. അതിലൊരു ചെറിയ സങ്കടമുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് അങ്ങ് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. ഇന്നലെ രാത്രി അങ്ങ് ഇറക്കി വിടണ്ടായിരുന്നു. അതൊരു ചെറിയ സങ്കടമായിട്ട് തോന്നി. പക്ഷേ എന്നാൽ പോലും ട്രെയിലർ കൊള്ളാം, എന്തായാലും ഇറക്കി. പക്ഷേ നൈസ് ട്രെയിലർ. പിന്നെ എന്തിനാണ് ടൈമൊക്കെ സെറ്റ് ചെയ്തൊരു പാനിങ് പടമല്ലേ ബ്രോ? അപ്പോൾ ഇങ്ങനത്തെ അശ്രദ്ധ കാണിക്കുന്നത് മോശമല്ലേ? വളരെ മോശമായിട്ടാണ് അത് തോന്നിയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി, തെന്നിത്തനമായിട്ടാണ് തോന്നി. പക്ഷേ എന്നിട്ട് പോലും ട്രെയിലർ ഇറങ്ങി. ട്രെയിലർ അടിപൊളിയാണ്. തൂക്കും കൊല തൂക്കായിരിക്കും എന്നാണ് ഞാൻ 500 കോടി ഒന്നും വരില്ല ബ്രോ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയണമെങ്കിൽ 300 കോടി പറയാൻ പറ്റൂല. പടം വേറെ ലെവലിൽ പോയാൽ ചിലപ്പോൾ അതിൻ്റെ അപ്പുറം പോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ ചെകുത്താൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിച്ച് അണ്ണാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് അടിക്കാൻ അതിന് കുറേ എണ്ണം കാണുമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതേ വരും. ഇപ്പോൾ മോഹൻലാലിൻ്റെ പടമായാലും മമ്മൂട്ടിയുടെ പടമായാലും വിജയുടെ പടമായാലും നെഗറ്റീവ് അടിക്കണം. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേക്ക് ഐഡിയൊക്കെ വെച്ച് വരും. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ തെളിയിച്ചല്ലേ. ഇപ്പം പരാജയങ്ങളൊക്കെ ആർക്കാണ് ഉണ്ടായത്? വിജയം വന്നാൽ ലാലേട്ടപ്പം നോക്കി അടിച്ച് കയറും നോക്കിയോ ബ്രോ. ഞാൻ അതല്ലേ ബ്രോ പറഞ്ഞു. ഇന്നലെ ട്രെയിലർ കണ്ടില്ലേ ബ്രോ? ഇതിൻ്റെ അപ്പുറം എന്തൊരു മറുപടിയാണ് ഞാൻ പറയേണ്ടത്? ട്രെയിലർ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ട്രെയിലറാണ്, മനസ്സിലായില്ലേ? ഇത് മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ട്രെയിലറാണ് എമ്പുരാൻ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ലൂസിഫർ ഫസ്റ്റ് പാർട്ടിനെക്കാളും സെക്കൻഡ് പാർട്ട് പേഴ്സണലി എനിക്ക് നല്ലൊരു ഫീലാണ് തന്നത്. ആ ട്രെയിലറിൽ എനിക്ക് നല്ലൊരു ഫീലാണ് തന്നത്. കാരണം ഫസ്റ്റ് പാർട്ടിൽ കേരളീയ രാഷ്ട്രീയത്തിനെ പറ്റി പറയുന്ന പോലെ തോന്നി. സെക്കൻഡ് പാർട്ടിൽ ഇപ്പോൾ ബോംബും കാര്യങ്ങളും. ഫസ്റ്റ് പാർട്ടിൽ വൃത്തിയായിട്ട് മാത്രമാണ് ഈ ഗണ്ണൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിലായപ്പോൾ ലാലേട്ടനും എബ്രഹാം വന്ന് പൊളിക്കുമെന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡേ കാണുന്നുണ്ട്, അത് ഉറപ്പല്ലേ. ടിക്കറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ടിക്കറ്റ് ഓപ്പൺ ആവുന്ന 21-ാം തീയതി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡേ എന്തായാലും ബുക്ക് ചെയ്യണം, വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മലയാളത്തിലെ ഒരു 500 കോടി ലാലേട്ടനല്ലേ ഏതായിരുന്നാലും. ആദ്യം 250 കോടി അതൊക്കെ ലാലേട്ടനാണ് തൂക്കിയത്. അപ്പോൾ മലയാളത്തിൽ ആദ്യം 500 കോടി എമ്പുരാനാവാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബെറോസിൽ ലാലേട്ടൻ്റെ ഡയറക്ഷൻ പോരാ എന്ന് പറഞ്ഞവർക്ക് ലാലേട്ടനും വൃത്തിയേട്ടനും കൂടെ വരുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ലാലേട്ടനെ കളിയാക്കിയവർക്ക് തീർച്ചയായും തന്നെ ഒരു എന്ത് പറയാനായിട്ട് മോൺസ്റ്റർ ആറാട്ടൊക്കെ കണ്ടിട്ട് ലാലേട്ടനെ നല്ല രീതിയിൽ കളിയാക്കിയവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു തിരിച്ചടിയായിരിക്കും നമ്മുടെ എമ്പുരാൻ എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയേണ്ടത്. ശരിക്കും ഞാൻ അത്രയ്ക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാര്യം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഓവർ ഹൈപ്പ് ആകുമ്പോഴുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ മിനിമൽ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പടം കാണാൻ ഉദ്ദേശിക്കുന്നത്. വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, മോഹൻലാലുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ആഴ്ച ഫസ്റ്റ് ഡേ കാണാനുള്ളൊരു പ്രതീക്ഷ. 500 വരില്ല, വീണ്ടും അടുത്തൊരു 200-ന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഫാൻ ബോയ് സംഭവം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കണ്ടല്ലേ അറിയാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒന്നും കിട്ടാണ്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നിട്ട് കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീൽ വേറെ ആയിരിക്കും. മോഹൻലാൽ ഫാനായിട്ട് ഉണ്ട്. അതിപ്പോൾ മരക്കാറ് മലൈക്കോട്ടെ ബാലിവൻ എല്ലാം എക്സാമ്പിളാണല്ലോ. ട്രെയിലർ ട്രെയിലറല്ലായിരുന്നോ ഇന്നലെ? പക്ഷേ ഞാൻ ആദ്യം തമിഴാണ് കണ്ടത്. ലീക്കായതുകൊണ്ട് അറിഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് തമിഴ് ഇറങ്ങിയപ്പോൾ പിന്നെ തമിഴാൻ കണ്ടു. അതുകൊണ്ട് നമുക്ക് അത് കണ്ടിട്ട് മലയാളം കാണുന്ന ഒരു സുഖം, അത് മലയാളത്തിൽ ആദ്യം കാണുന്ന സുഖം പോയി കിട്ടി. പക്ഷേ മേക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. ഇപ്പോൾ അത് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം, അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. ഇപ്പോൾ നമുക്കിപ്പോൾ
അതിപ്പോൾ എങ്ങനെ നമുക്ക് അറിഞ്ഞൂടാ, ഇനിയിപ്പോൾ പ്രൊമോഷൻ സ്ട്രാറ്റജി ആണോ എന്താണെന്ന്. എല്ലാം നടക്കുന്നതെല്ലാം നല്ലതിന്, പടം നന്നായാൽ മതി. അറിഞ്ഞൂടാ, ആയാൽ നല്ലതാ. അതെ, ഇപ്പോൾ റിലീസ് ഇപ്പോൾ എല്ലായിടത്തും നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് റിലീസ് ചെയ്യണത്. നോർത്ത് ഇന്ത്യ ആയാലും കർണാടക ഹോംബാലയാണ്, തമിഴ്നാട് ഗോകുലൻ ഡയറക്ടർ റിലീസ് ചെയ്യണത്. അപ്പോൾ എന്തായാലും വൈഡ് റിലീസായിരിക്കും. പടം ഒന്ന് കൊളുത്തുവാണെങ്കിൽ, ഒന്ന് വേർഡ് ഓഫ് മൗത്ത് കൂടി പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ ഫാൻസുകാർ പറയണ പോലെ ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയും. ഇല്ല, കേരളത്തിൽ അങ്ങനെ ചാൻസ് ഇല്ല. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ വിക്രമത്തിൻ്റെ ഫാൻസ് കയറാമായിരിക്കും. നമുക്ക് കേരളത്തിൽ മോഹൻലാലിൻ്റെ പടം ഉള്ളപ്പോൾ ഫാമിലി ആയാലും പിള്ളേരായാലും എല്ലാവരും അതിന് പോയിട്ട് അടുത്തൊരു ഓപ്ഷൻ അതിന് വയ്ക്കത്തുള്ളൂ. ഇല്ല, എല്ലാ പടവും വിജയിക്കട്ടെ. നല്ല സ്ക്രീൻ കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ പോസിറ്റീവ് വരുവാണെങ്കിൽ എന്തായാലും ആൾക്കാർ കയറും. ഇപ്പോൾ തന്നെ മാർക്കോ ഹിന്ദിയിൽ പോയി ഇത്രയും കളക്ട് ചെയ്തില്ലേ, അതിപ്പോൾ അതാ പടം കൊള്ളാമെങ്കിൽ ആൾക്കാർ കയറും. നോക്കാം, അല്ലാതെ ഇപ്പോൾ എന്താ പറയണമെന്ന് അറിഞ്ഞില്ല. സിനിമ സംസാരിക്കട്ടെ, നോക്കാം. അതിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത്. മോഹൻലാലോട് തിരിച്ചൊരു പുള്ളിയുടെ ഫാൻസ് മാത്രമല്ല, ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ മലയാളികളും അതിനെ തന്നെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ആസ്വദിച്ച് കണ്ട പടം എന്ന് പറയുമ്പോൾ മരക്കാറായിരിക്കും, പക്ഷേ ഇഷ്ടപ്പെട്ട പടമായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പ് കൂടിയോണ്ടൊന്നുമില്ല. പുലിമുരുകനായാലും ലൂസിഫർ ഇറങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. എങ്കിലും ഇപ്പോൾ വീണ്ടും ടി വിയിലിടുമ്പോൾ അത്രയും അതിനുള്ള റീവാച്ചിനുള്ളതുണ്ട്. ഇപ്പോൾ തന്നെ ലൂസിഫർ റിലീസായിട്ടുണ്ട്. അതാ, അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടറുള്ളൊരു പ്രതീക്ഷയും ബാക്കി ടെക്നീഷ്യൻസ് ആയാലും എല്ലാം ആ ഒരു പ്രതീക്ഷയുണ്ട്. 27 വേണ്ടി വെയിറ്റിങ്ങാണ്. നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവഞ്ചേഴ്സ് എല്ലാവരും കൂടി വന്ന് നിൽക്കണ പോലെ, അതാ മനുഷ്യൻ്റെ ഇമാജിനേഷൻ എക്സ്പെക്ടേഷൻ ഒരു പരിധിയില്ലല്ലോ. അതിപ്പോൾ നമുക്ക് എന്തായാലും പടം എടുത്തു, അപ്പോൾ എന്താ പറയുക, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എക്സ്പെക്ടേഷൻ വരും, എന്തായാലും വരും. മീറ്റ് ചെയ്യുമോ നോക്കാം. നമുക്ക് നല്ലൊരു ട്രീറ്റ് കിട്ടിയാൽ സമാധാനമാണ്, സന്തോഷമാണ്. ലൂസിഫർ കണ്ടോട്ടെ വെയിറ്റ് ചെയ്യണമല്ലോ സെക്കൻഡ് പാർട്ടിന് വേണ്ടി. അപ്പോൾ ട്രെയിലർ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ടീസർ ഇഷ്ടപ്പെട്ടതിനെക്കാട്ടിയും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തമിഴ് ട്രെയിലർ എങ്ങാണ്ടോ അറിയാതെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ എന്തോയാണ് ഞാൻ കേട്ടത്. ഞാൻ രാത്രി തന്നെ കണ്ടായിരുന്നു ട്രെയിലർ. അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് അത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. എല്ലാവർക്കും എക്സ്പെക്ടേഷൻസ് ഇല്ല, അതുപോലെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നല്ല പോലെ എന്തായാലും കാണും, ഉറപ്പായിട്ടും കാണും. ടിക്കറ്റ് കിട്ടില്ല, ടിക്കറ്റ് ഓപ്പൺ ആയില്ലല്ലോ. നാളെ എന്തായാലും എടുക്കും. നമുക്ക് അറിഞ്ഞൂടല്ലോ, നല്ല പടം പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും അടിക്കുമെന്നാണ് വിശ്വാസം. അടിപൊളി, എല്ലാവർക്കും അതിൽ പറയുമ്പോൾ എമ്പുരാൻ ട്രെയിലർ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. കാരണം ഇന്നലെ ലീക്കായിരുന്നു. അപ്പോൾ ലീക്കായപ്പോൾ ഈ ട്വിറ്ററിൽ ഇതിൻ്റെ സ്റ്റിൽസൊക്കെ ഇങ്ങനെ സ്പ്രെഡായി. അപ്പോൾ തന്നെ കാണാൻ ഭയങ്കര ആവേശത്തോടെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ 12:30 ഇവർ ഒഫീഷ്യലി റിലീസ് ചെയ്തത്. അപ്പോൾ തന്നെ കണ്ടു. എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. നമ്മളെന്താ പറയില്ലേ, മലയാള സിനിമയെ ഒരു വേൾഡ് സിനിമയ്ക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്. അതിപ്പം ലൊക്കേഷൻസ് മാത്രമല്ല, അതിലെ ഫ്രെയിംസ്, പിന്നെ മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്ത രീതി എല്ലാം. അതായത് ലൂസിഫർ വന്ന സമയത്ത് എങ്ങനെയാണോ ആ സിനിമയെ പ്രസൻറ്റ് ചെയ്തത്, അത് കഴിഞ്ഞ് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഈ പടം വരുമ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പൃഥ്വിരാജ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആ ഒരു 2 ഇൻ്റർവ്യൂ ഉണ്ട് ഭരദ്വാജ് രംഗിൻ്റെ 2 എപ്പിസോഡ്. അത് കാണുമ്പം നമുക്കറിയാം പൃഥ്വിരാജ് എന്തുമാത്രം എഫേർട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളിപ്പം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലത്ത് എന്ത് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞാലും ആൾക്കാർ പറയും അതവൻ തള്ളുന്നു, മറ്റതാണ് പറഞ്ഞത്. പക്ഷേ പൃഥ്വിരാജ് അതിൽ താൻ ചെയ്ത വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അയാൾ പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അയാൾ മുരളി ഗോപി കൊടുത്ത സ്ക്രിപ്റ്റിൽ അയാൾ റീവർക്ക് ചെയ്തതും, പിന്നെ മുരളി ഗോപിയായിട്ട് ഇയാൾ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തതും, പിന്നെ സ്റ്റോറി ബോർഡില്ലാതെ ഷൂട്ട് ചെയ്തത്, പിന്നെ VFXോ ഗ്രീൻ മാറ്റോ ഒന്നും ഇല്ലാതെ ഒറിജിനൽ ലൊക്കേഷനിൽ. ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ ചിലവർ ട്രോളിയായിരുന്നു ഈ ഹെലികോപ്റ്റർ ഇതൊക്കെ കണ്ടത്. പക്ഷേ ഇന്നലത്തെ ട്രെയിലറിൽ ആ ഷോട്ട് നമുക്കറിയാൻ പറ്റും, ആ പോസ്റ്ററാണ് ആദ്യം വന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത വ്യാഴാഴ്ച ഈ സമയമാകുമ്പോൾ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. പക്ഷേ FDFS ഫാൻ ഷോ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എയർസ്പെക്സിലാണ് ഫാൻ ഷോ. അതെല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വലിയൊരു സിനിമ, അതായത് മലയാള സിനിമയുടെ ബിസിനസ് വൈസും ബഡ്ജറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു സിനിമയാണ്. അപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട്. അത് പൃഥ്വിരാജ് 100% ഡെലിവറി ചെയ്യുന്നതാണ്. അതിലെനിക്ക് വേറെ സംശയം തന്നെ. ഇന്നലത്തെ ആ ഒരു ട്രെയിലർ, ഞാനിതിൻ്റെ ട്രെയിലർ 3.5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു ദൈവമേ ട്രെയിലറെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് പോകുമല്ലോ. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ സിനിമ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടിയിരിക്കുകയാണ്. അത്രയും കിടിലമായിട്ട് പൃഥ്വിരാജ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ ഒരു ഓറയുണ്ട്, ഒരു സ്വാഗൊക്കെ ഉണ്ട്. ഇപ്പോൾ മുണ്ടെടുത്തിട്ടായാലും അല്ലാതെ കോട്ട് ഇട്ടായാലും ഒക്കെ. അപ്പോൾ അതൊക്കെ പൃഥ്വി അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ദീപക് ദേവ്. ഒരുപാട് പേര് ദീപക് ദേവ് ഈ ലൂസിഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളൊരു ട്രെൻഡാണ്, എത്ര കിടിലം വർക്ക് ചെയ്താലും അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കില്ല. അവർ പറയുമ്പോൾ ഇത് മറ്റേ ആൾ ചെയ്തിരുന്നേ പൊളി. പക്ഷേ ദീപക് ദേവ് ഇന്നലെ ആ ട്രെയിലറിൽ കൊടുത്ത എമ്പുരാനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്, അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സിനിമ ഫുള്ളായിട്ട് കാണുമ്പോൾ ദീപക് ദേവിൻ്റെ ആ ഒരു വർക്കിൻ്റെ പെർഫോമൻസ് മനസ്സിലാവും. പിന്നെ സുജിത് വാസുവിൻ്റെ ക്യാമറ ഓരോരുത്തരായിട്ട് എടുത്ത് പറയണം. ഞാൻ ഈ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടായിരുന്നു. കോസ്റ്റ്യൂം ഡിസൈനറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു, ശ്രീജിത്ത് കോസ്റ്റ്യൂം, ഒരുപാട് പേരുടെ ഇൻ്റർവ്യൂ കണ്ടു. അപ്പം അതിലൊക്കെ അവർ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം
എത്രയോ ഒരു വർഷത്തെ ഷൂട്ടിംഗ് ആണെങ്കിലും അതിന് മുമ്പേ ഇവർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാർഡ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. എമ്പുരാൻ സിനിമ മലയാള സിനിമയുടെ ഒരു പ്രൈഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് കുറച്ച് പടങ്ങൾ പാളിപ്പോയിട്ടുണ്ട്, വലുതായിട്ട് വന്ന് പാളിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പാളിച്ച വരാതെ പൃഥ്വിരാജ് ലൂസിഫർ പറഞ്ഞ പോലെ ഒരു ചെറിയ സിനിമ അല്ല എമ്പുരാൻ, ഒരു വലിയ സിനിമയാണ്. അതിൻ്റെ ഒരു സ്കെയിൽ വലുതായിട്ടുണ്ട്. പിന്നെ കുറേ സസ്പെൻസുകളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് നാളെ ഇപ്പോൾ ബുക്കിംഗ് ഓപ്പൺ ആവുകയാണ് 9 മണിക്ക്. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഓവർസീസ് എനിക്ക് തോന്നുന്നു അടിച്ചു വാരി കയറുകയാണ്. അപ്പോൾ അതുപോലെ കേരളത്തിലും എല്ലാവരും സപ്പോർട്ട് കൊടുത്ത് നല്ല ബുക്കിംഗ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഫിഗേഴ്സ് ഇതിൽ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ നമ്മളെവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വെളിവാക്കുന്ന കണക്ക് ഭയങ്കര കോമഡിയാണ്. അതും ഈ അവസരത്തിൽ പറയണം. കാരണം നമ്മൾ പ്രേക്ഷകർ മണ്ടന്മാരൊന്നുമല്ല. അവർ പറഞ്ഞ് കഴിഞ്ഞ മാസം ഓഫീസർ ഓൺ ഡ്യൂട്ടി വിജയകരമായൊരു ചിത്രമാണ്. പക്ഷേ അവരെടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? മൊത്തം ബഡ്ജറ്റ് എടുത്തിട്ട് കേരളത്തിലെ കളക്ഷൻ, അതും ഷെയർ, ഗ്രോസിൽ നിന്ന് കിട്ടുന്ന ഷെയർ മാത്രമാണ് നോക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസിന് മുമ്പ് നെറ്റ്ഫ്ലിക്സിന് വിറ്റുപോയി. അതിൻ്റെ പൈസ പ്രൊഡ്യൂസറിനല്ലേ കിട്ടുന്നത്? ഓവർസീസിൽ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരി, ഡിസ്ട്രിബ്യൂട്ടർ വേറെ ആളാണെങ്കിൽ ഒരു വിഹിതം അവർക്ക് പോകും. അതിൻ്റെ ഫിഗർ ഈ പ്രൊഡ്യൂസറിന് കിട്ടും. അപ്പോൾ ഈ എമ്പുരാൻ്റെ കണക്ക് ഇവരെങ്ങനെയായിരിക്കും ഏപ്രിൽ വിടുക? എമ്പുരാനെ ഇപ്പോൾ ഒരു 150 ബഡ്ജറ്റ് വെച്ചോ, അല്ലെങ്കിൽ പോട്ടെ ഒരു 100 കോടി വെച്ചോ, 100 കോടിക്ക് ഇവർ പറയുന്നത് 200 കോടി ഷെയർ കേരളത്തിൽ നിന്ന് കിട്ടണമെന്ന്. അങ്ങനെ കിട്ടുന്ന കാര്യം വളരെ കുറവാണ്. ഇപ്പം നമ്മൾ 2016 പുലിമുരുകനായാലും 100 കോടി അടിച്ചിട്ടുണ്ട്. നമുക്കറിയാം 100 കോടി എന്ന് പറഞ്ഞാൽ ഗ്രോസാണ്. ഒരിക്കലും 100 കോടി അടിക്കുമ്പോൾ പ്രൊഡ്യൂസറിന് 100 കോടിയും കിട്ടില്ല, അതിൻ്റെ ഷെയറേ കിട്ടുകയുള്ളൂ. പക്ഷേ ആ സമയം 2016 പുലിമുരുകൻ വരുമ്പോൾ 26 കോടിയാണ് ആ പടത്തിൻ്റെ ബഡ്ജറ്റ്. അതിനു മുമ്പ് വലിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 2009 വന്ന പഴശ്ശിരാജാണ്. പഴശ്ശിരാജ ഗോകുലം മലയാള സിനിമയ്ക്ക് കൊടുത്ത ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിൻ്റെ ലാഭവും നഷ്ടമൊന്നും അയാൾ നോക്കുന്നില്ല. പക്ഷേ പുലിമുരുകൻ വരുമ്പോൾ ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിരുന്നത് ഈ പടം ബഡ്ജറ്റ് റിക്കവർ ചെയ്യുമെന്നാണ്. ബഡ്ജറ്റ് റിക്കവർ ചെയ്ത് 100 കോടി ക്ലബിലും കയറി. എന്നാലും ഇപ്പോഴും കുറേ പേര് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിയേറ്റർ നടത്തിപ്പുകാരെന്ന് പറയുന്ന കുറച്ച് പേര് അവർ നഷ്ടം മാത്രമേ പറയുന്നുള്ളൂ. 2024 മലയാള സിനിമയുടെ ഏറ്റവും വലിയ വർഷമാണ്. എന്തുമാത്രം കിടിലൻ പടങ്ങൾ, ആവേശം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം. അപ്പോൾ ഇത്രയും ഹിറ്റ് പടങ്ങളുണ്ടായിട്ടും അവരിപ്പോൾ ഈ 2025 തുടക്കത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓഫീസർ ഓഫ് ഡ്യൂട്ടി ക്ലിയർ ഹിറ്റാണ്. കാരണം കുഞ്ചാക്കോൻ്റെ കരിയറിലെ ആദ്യത്തെ 50 കോടി സിനിമയാണ്. അപ്പോൾ ആ 50 കോടി കിട്ടിയ പടത്തിന് ബഡ്ജറ്റ് മൊത്തം എടുക്കും. എന്നിട്ട് അവരുടെ കണക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കിട്ടിയ കളക്ഷൻ്റെ ഷെയർ, അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ എമ്പുരാൻ്റെ 500 കോടി ക്ലബ്ബൊന്നും ഞാൻ പറയുന്നില്ല, കോടി ക്ലബ്ബുകൾ അച്ചീവാണ്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഗാന്ധിജി കണ്ട സ്വപ്നം കിനാശ്ശേരി എന്ന് പറഞ്ഞ പോലെ എമ്പുരാൻ 2 ദിവസത്തിൽ 100 കോടി അടിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇപ്പം ഓവർസീസിൻ്റെ ഒരു ഫിഗർ വന്നിട്ട് ഇപ്പം പ്രീസെയിൽ തന്നെ ആയിരിക്കും 12 കോടി എങ്ങാണ്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഓവർസീസ് എല്ലാം റെക്കോർഡാണ്, എല്ലാ ഏരിയയിലും, ജർമ്മനിയിൽ, USA എല്ലായിടത്തും. പിന്നെ ഏതോടത്ത് സിക്കന്ദറിനെ കാട്ടും ഫിഗർ അടിക്കുന്നു എന്ന് കണ്ടു അഡ്വാൻസ് ബുക്കിങ്ങിൽ. അപ്പോൾ അതൊക്കെ മലയാള സിനിമയ്ക്ക് ഭയങ്കര പ്രൗഡ്ഫുൾ മൊമെൻ്റാണ്. ഈ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ഗൾഫിൽ അത് റെക്കോർഡാണ്. ഗൾഫിൽ അത് അടിച്ച ഫിഗർ ഒരു സൽമാൻ ഖാൻ്റെ സിനിമ പോലും ആ വർഷം കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും എവിടെയുള്ള ആൾക്കാർ വലുതായിട്ട് പറയുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവർ പറയുന്നത് ഒരു മലയാള സിനിമ കേരളത്തിൽ ഇറങ്ങി കേരളത്തിൽ അച്ചീവ് ചെയ്യുന്ന ഫിഗർ മാത്രമാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെയല്ല. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ മാർക്കറ്റ് വലുതായി. ഇപ്പം കേരളത്തിൽ മാത്രമല്ല അത് നിൽക്കുന്നത്, വിദേശത്തും ഒക്കെ മലയാളിയുണ്ട്. ഇതാ ഇപ്പോൾ ഈ ഇടയ്ക്ക് അമേരിക്കയിൽ അവിടെ ന്യൂയോർക്ക് സിറ്റിയിലെ ആ ടൈംസ് സ്ക്വയറിൽ ഇതിൻ്റെ ട്രെയിലർ കാണിച്ചെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഫാൻസുകാർ ആഘോഷമായിട്ട് അത് കൊണ്ടാടി. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. മലയാള സിനിമ ബൗണ്ടറീസ് താണ്ടിപ്പോണ്ട്. ഇവർ പറയുന്നത് എവിടെ തന്നെ നിൽക്കണമെന്നാണ്. അപ്പം അടുത്ത മാസം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു കണക്കങ്ങ് സ്പ്രെഡ് ചെയ്യും. മീൻസ് അവർ പറയുന്നത് ഈ ബഡ്ജറ്റിൻ്റെ എടുത്തിട്ട് കേരളത്തിൽ അച്ചീവ് ചെയ്ത ഷെയറാണ്. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു എമ്പുരാന് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കാനുള്ള ഒരു സ്കോപ്പ് വരെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ അത്രയ്ക്ക് ഒരു ക്രേസ് ഉണ്ട് ഈ സിനിമയ്ക്ക് ആളുകൾക്ക്. ഇന്നലെ തന്നെ രാത്രി 12:30 വന്ന ട്രെയിലറാണ്. വെളുക്കുന്നതിന് മുമ്പ് ഏകദേശം 7-8 ലക്ഷം പേര് കണ്ടു. ഇപ്പോൾ അത് ആയിട്ടുണ്ട്, നല്ല മില്യൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ പടത്തിലുള്ള ഹോപ്പ്. ഞാൻ പറയുന്ന ഒരു ഫാനായിട്ടല്ല, ഇത് മലയാള സിനിമയ്ക്ക് ഒരു മൈൽ സ്റ്റോണാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അതൊരു വിഷമകരമായിട്ടൊരു കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ തിയേറ്ററുകാർ നമ്മുടെ വിജയകുമാർ, പിന്നെ ഷെണായിസിലാൾ, പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള അയാളെ പേര് പെടുന്നത് അലിബർട്ടി ബഷീർ, ഇവരെല്ലാം ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് എമ്പുരാൻ തിയേറ്ററുകാർക്ക് ഒരു കാത്തിരിക്കുന്ന സിനിമയാണ്, അത് തിയേറ്ററുകാർ നിറഞ്ഞ് കവിയും. പിന്നെ വിക്രമിൻ്റെ പടമുണ്ട്, എന്നിരുന്നാലും ഈ പടമാണ് നമുക്ക് ഭയങ്കര പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ആൾക്കാർ, ഈ വിജയകുമാറൊക്കെ ഒരു 2-3 മാസം കഴിയുമ്പം എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പം ആൻ്റണിയെ ഉടൻ 2 ചീത്ത പറയും, മോഹൻലാലിന് ഒരു 2. പക്ഷേ അവർക്ക് എപ്പോഴും രക്ഷകരായിട്ടുള്ളതാണ് ഈ 2 പേര്. ഈ മരക്കാർ തന്നെ OTT പോകുന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ടായ ആ സമയങ്ങളിൽ അത് തിയേറ്ററിന് തന്നെ വന്നു. പിന്നെ ചില സിനിമകൾ നമ്മൾ എന്താ പറയുക, കോവിഡ് സമയത്ത് ദൃശ്യം 2 ഒക്കെ OTT പോയി. അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും തിയേറ്ററുകാർക്ക് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അവർക്ക് ജാക്ക് പോട്ടാണ്. പക്ഷേ എന്നിരുന്നാലും അടുത്ത മാസം അവർ വന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ബഡ്ജറ്റ് വെച്ചിട്ട് അവർ നഷ്ടക്കണക്കുകൾ പറയും. കാരണം എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഭയങ്കര വിഷമമാണ്. അത് നല്ലൊരു സിനിമയാണ്, വിജയമായതാണ്, കുറേ കൂടി അത് ഫിഗർ വരുമായിരുന്നു. അതുപോലെ പൊന്മാൻ നല്ല വിജയിക്കേണ്ട സിനിമയാണ്. ഇവർ പൊന്മാൻ പബ്ലിഷ് ചെയ്തത് ജനുവരിയിൽ ഇറങ്ങിയ പടത്തിൻ്റെ ജനുവരിയിൽ ഇറങ്ങിയ പടത്തിൻ്റെ ജനുവരിയിലെ കളക്ഷൻ മാത്രമാണ്. ഫെബ്രുവരിയിൽ അത് ഓടി. ഇപ്പോൾ OTT വന്നിട്ട് ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്. അജീഷ് PP ഒക്കെ ഭയങ്കര എല്ലാവരെയും ജീവിതത്തിൽ ഇൻസ്പിറേഷൻ. ആ പറയുന്ന ആൾക്കാരൊന്നും തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഞാൻ പറയുന്ന മലയാള സിനിമയ്ക്ക് കൂട്ടായിട്ടുള്ളൊരു സപ്പോർട്ട് ആവശ്യമാണ്. ഈ സമയത്ത് നിന്ന് പ്രൊഡ്യൂസേഴ്സ് ഒരു ചേരിയിൽ ചാരുക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ പഴിചാരുക, അതൊന്നും ശരിയായ കാര്യമല്ല. കാരണം ഇപ്പം പ്രേക്ഷകർ തിയേറ്ററിലോട്ട് വന്ന് അവർ സിനിമ കാണുന്ന സമയമാണ്. അപ്പോൾ നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ തന്നെ, എനിക്ക് ലൂസിഫർ
ഇപ്പോൾ റീ റിലീസ് തിയേറ്ററിൽ ഒന്നും കൂടെ എൻജോയ് ചെയ്യണം. അതിനാണ് ഞാൻ വന്നത്. ഇപ്പോൾ റീ റിലീസിന് എത്ര പടങ്ങളാണ് തിയേറ്ററിൽ വന്നത്. സ്പടികം വന്നു, മണിച്ചിത്രത്താഴ് വന്നു, മമ്മൂട്ടിയുടെ വടക്കം വീരഗാഥ വന്നു. അപ്പം കാണാൻ താല്പര്യമുള്ള പ്രേക്ഷകർ വരുന്നുണ്ട്, കാണുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ ടി വിയുടെ മുമ്പിൽ ചടഞ്ഞിരിക്കുന്നില്ല. ഈ ഒരു സിനിമയുടെ അകത്തുള്ള കുറേ പ്രശ്നങ്ങൾ, പണ്ട് ഇവർ സ്റ്റേജ് ഷോയാണ് സിനിമയെ തകർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ നാൾ അടച്ചിട്ടു. അത് കഴിഞ്ഞിട്ടാണ് നാട്ടുരാജ്യവും കാഴ്ചയും വെട്ടമൊക്കെ റിലീസായി. ഈ തിയേറ്റർ അടച്ചിടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് അതർ ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ എപ്പോഴും സിനിമ അവസാന ഓപ്ഷനാണ്. കൊറോണ സമയത്തും തിയേറ്റർ തുറന്നത് ഏറ്റവും അവസാനമാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവർ തന്നെ ഇവരുടെ കുഴി തോണ്ടുകയാണ്. അതുകൊണ്ട് അടുത്ത മാസമെങ്കിലും റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പം ഈ നോക്കിയും കണ്ടുമൊക്കെ പബ്ലിഷ് ചെയ്യുക. ഇവർ വിചാരിക്കുന്നത് പ്രേക്ഷകർക്കൊന്നും അറിഞ്ഞുകൂടാ, മണ്ടന്മാരെ. പിന്നെ ഇതിൽ ഫാൻ ഫൈറ്റ് മുതലെടുക്കുന്ന കുറേ പേരുണ്ട്. അവർ വന്നിരുന്ന് അയ്യോ ഇയാളുടെ പടം പൊട്ടിയ, ഇത്ര കിട്ടിയോളെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിളിച്ചു പറയും. അതിലല്ല കാര്യം. ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് റിക്കവർ ആവുന്നത് കേരളത്തിലെ കളക്ഷൻ മാത്രം വെച്ചിട്ടല്ല, വിദേശത്തെ കളക്ഷനാണ്, OTT ബിസിനസ്സാണ്. അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഇവർ ഒരു സൈഡ് മാത്രം വെച്ച് നോക്കിയിട്ട് നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. എന്തായാലും എമ്പുരാൻ മലയാള സിനിമയ്ക്കൊരു വലിയൊരു ബിസിനസ് വാതിൽ തുറന്നിടും. അതെല്ലാവർക്കും, തിയേറ്ററുകാർക്കും നമുക്കും സിനിമ കണ്ട് സന്തോഷിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ആ ട്രെയിലർ അതാണ് പറയുന്നത്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ തിരിച്ചിറങ്ങി പോകുമ്പോൾ സന്തോഷിക്കണം. ആ ഒരു സാധനം എമ്പുരാനിലുണ്ട്. ചുമ്മാ അയാളുടെ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടി അയാൾ എടുക്കുന്ന പടമല്ല. അയാളുടെ ബ്രില്യൻസ് ഉണ്ട്, പക്ഷേ കാണുന്ന പ്രേക്ഷകൻ എൻജോയ് ചെയ്യണം. അതായിരിക്കും എമ്പുരാൻ. അപ്പോൾ എന്തായാലും ലൂസിഫർ ഒന്നും കൂടെ കണ്ടിട്ട് വരാം.